മാർച്ച് മാസത്തിലെ ഏറ്റവും ഒടുവിലത്തെ ശനിയാഴ്ച നമ്മളെത്തി. ഈ മാസം മുഴുവൻ യേശു നമുക്ക് വിശ്വസ്തനായിരുന്നു, നല്ലവനായിരുന്നു. കർത്താവിൻ്റെ കരുണയുള്ള ചിറകിൻ കീഴെ നമ്മൾ ഭദ്രമായിരുന്നു. പരീക്ഷകളെല്ലാം കുഞ്ഞുങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും കർത്താവിൻ്റെ വിടുതലിൻ്റെ കരം കാണാൻ നമുക്ക് കഴിഞ്ഞു. അത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വെളിപ്പാടുകളാണ്. എല്ലാവരും പരാതികൾ പറഞ്ഞുകൊണ്ട് ഈ സീസണുകളിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യാൻ ദൈവം നമ്മെ പഠിപ്പിക്കുന്നില്ലേ? അതൊരു വലിയ ദൈവകൃപയാണ്. ഞാനൊരു കാര്യം ഒന്ന് വായിക്കട്ടെ. മുള്ളുണ്ടായിട്ടും തൊട്ടാവാടി എപ്പോഴും തോറ്റു തരുന്നത് ജയിക്കാൻ അറിയാഞ്ഞിട്ടല്ല, മറിച്ച് സ്നേഹിക്കുന്നവർ സന്തോഷിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഓരോരുത്തരെ എഴുതി വെക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ജയിക്കാൻ അറിയാം, എന്നാൽ തൊട്ടാവാടി എപ്പോഴും തോറ്റു തരും. അതായത് നമ്മൾ പോയി തൊടുമ്പോൾ അതിങ്ങനെ തളർന്ന് പോകും. നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയാണെന്നാണ് അതിനെക്കുറിച്ച് ഒരാൾ എഴുതിയത്. മുള്ളുണ്ടായിട്ടും ജീവിതത്തിൽ വേദനകളുള്ളപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തെ നമ്മൾ കൂടുതൽ സന്തോഷമാക്കണം. തൊട്ടവാടി അതാ ചെയ്യുന്നത്. തൊട്ടവാടിയുടെ അടുത്ത് നിന്ന് നമ്മളിങ്ങനെ തൊടുമ്പോൾ അതിങ്ങനെ താന്ന് തളർന്നു കൊടുക്കുമ്പോൾ നമുക്കത് നോക്കി നിൽക്കുന്ന വലിയൊരു കൗതുകമാണ്. ഇതുപോലെ ജീവിതത്തിൽ വേദനകളുള്ളപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടുതൽ സന്തോഷമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ യേശുവിൻ്റെ മക്കളാണ്. മുള്ളുള്ളപ്പോൾ മറ്റുള്ളവരെ മുള്ളുകൊണ്ട് കുത്തുന്നതാണോ ക്രിസ്തീയ ജീവിതം? അല്ല. മുള്ളുകളെ അടക്കി വെച്ചിട്ട് മറ്റുള്ളവരെ ആനന്ദിപ്പിക്കാൻ കഴിയണം. അതിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. ആ ഒരു അനുഭവം നമുക്ക് വർദ്ധിക്കട്ടെ. കർത്താവിൻ്റെ ബലമുള്ള കൈകളിൽ നമുക്ക് താണിരിക്കാം. ഒരുമിച്ച് ചേർന്ന് പാടി ആരാധിക്കാം. Turn your eyes upon Jesus. Look full in His wonderful face, and the things of earth will grow strangely dim in the light of His glory and grace. Turn your eyes upon Jesus. Look full in His wonderful face, and the things of earth will grow strangely dim in the light of His glory and grace. Turn your eyes upon Jesus. Look full in His wonderful face, and the things of earth will grow strangely dim in the light of His glory and grace. And the things of earth will grow strangely dim in the light of His glory and grace. Yogine, Aradine, Yogine, Yeshua, Yogine, Aradine, Yogine, Yeshua, Yogine.
യോഗ്യനേ ആരാധ്യനേ യോഗ്യനേ യേശുവേ യോഗ്യനേ ആരാധ്യനേ യോഗ്യനേ യേശുവേ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. ഏതാണ്ട് നമ്മൾ സമാപനത്തോട് അടുക്കുകയാണ്. എന്നാൽ ചില ചരിത്രങ്ങൾ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ മൂല്യങ്ങൾ നമുക്ക് എല്ലാം പെറുക്കിയെടുക്കണം. പടകിൻ്റെ വലത്ത് ഭാഗത്ത് ഒരു വീശി വലിയ പെരുത്ത മീൻകൂട്ടം ഉണ്ടായി. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ് എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. 8-ാം വാക്യം. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായികയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. അപ്പോൾ ആദ്യം പത്രോസ് വസ്ത്രം അരയിൽ ചുറ്റി വെള്ളത്തിൽ ചാടി നീന്തി കരയിൽ ചെന്നു. ബാക്കിയുള്ളവർ മീനയിലൊരു പിടുത്തം ഉണ്ടായിരുന്നു. മീൻ കളയുകയും ചെയ്യരുത്, കർത്താവിൻ്റെ അടുത്തോട്ട് വരണം. പത്രോസ് ഇത് കേൾക്കുന്ന പാടെ മീൻ മറന്നു, കർത്താവിലേക്ക് തിരിഞ്ഞു. ഇതാണ് പത്രോസ്. യേശു സ്നേഹിച്ച ശിഷ്യനായി യോഹന്നാനാണ് പറഞ്ഞത് അത് കർത്താവാണ്. പത്രോസിന് ഒരാള് കർത്താവിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ചെയ്യുന്ന കാര്യത്തിൽ പത്രോസ് മുൻപിലാണ്. ഒരു തീരുമാനമെടുത്താണ്. ആദ്യത്തെ മീൻപിടുത്തം ലൂക്കോസ് 5-ൽ കാണുന്ന ആ 2 പടക് മീൻ നിറഞ്ഞത് അതെല്ലാം കരയിൽ അടുപ്പിച്ച് യേശുവിനെ അനുഗമിച്ചു എന്നാണ് അവിടെ വായിക്കുന്നത്. മീനെക്കുറിച്ചുള്ള ശ്രദ്ധയെ മറന്നു. ഇതാണ് പത്രോസ്. ഇപ്പോഴും അങ്ങനെ തന്നെ. യേശു സ്നേഹിച്ച ശിഷ്യനായി യോഹന്നാൻ പറഞ്ഞു അത് കർത്താവാണെന്ന് പറഞ്ഞു. അവൻ വസ്ത്രം ചുറ്റിക്കൊണ്ട് വെള്ളത്തിലേക്ക് ചാടി നീന്തി കര പറ്റി. അവൻ ആദ്യം വരണം, യേശുവിൻ്റെ കാൽക്കൽ വരണം, യേശുവിൻ്റെ അരികിൽ വരണം. ബാക്കിയുള്ളവരോ ആ മീൻ ഇഴച്ചും കൊണ്ട് അവർ പടകോടുകൂടി കരയിലേക്ക് വന്നു. അപ്പോൾ പത്രോസിൻ്റെ ആ സ്വഭാവം, അവൻ ഒന്നാമനായതിൻ്റെ കാരണം അവന് ജീവിതത്തിൽ യേശു അവൻ്റെ എല്ലാമാണ്, ഒന്നാമനാണ്. എന്നാൽ യേശു സ്നേഹിച്ച ശിഷ്യൻ അവിടെ ഉണ്ടെങ്കിലും യേശുവിനെ സ്നേഹിച്ച ശിഷ്യൻ പത്രോസാണ്. പത്രോസ് യേശുവിനെ സ്നേഹിച്ചു. എന്നാൽ യോഹന്നാനാണ് പറഞ്ഞത് യേശു സ്നേഹിച്ച ശിഷ്യൻ. യേശു അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണ്, യേശു സ്നേഹിച്ച ശിഷ്യൻ. അതെന്തെങ്കിലും ആട്ടെ. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. അവർ കണ്ട കാഴ്ചയാണ്. കരയ്ക്കിറങ്ങിയപ്പോൾ തീക്കനലുണ്ട്, അതിന്മേൽ അപ്പമുണ്ട്, ചുട്ട മീനും ഇരിപ്പുണ്ട്. നല്ല ചുട്ട മീൻ, നമ്മളിപ്പോൾ ബാർബിക്യൂ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഏറ്റവും രുചികരമായതുമായിട്ട് അവരെ കാത്തിരിക്കുന്നത് കർത്താവാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് രാവിലെ വരുന്നവർക്ക് ഭയങ്കര വിശപ്പാണ്, പുലർച്ചയിലാണ്, കഴിക്കാൻ വേണ്ടിയാണ് വരുന്നവർ. എന്നാൽ കർത്താവ് എല്ലാം ചുട്ട് റെഡിയാക്കി അവർക്ക് വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മീൻപിടുത്തത്തിലെ സംഭ്രമം അവർക്കുണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരത്ഭുതം ചെയ്തു. കർത്താവിൻ്റെ സ്വഭാവമാണ് അത്ഭുതം. ഇന്നും നാളെ ഞാൻ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി 3-ാം നാളിൽ സമാപിക്കണം എന്ന് പറഞ്ഞ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം അത്ഭുതങ്ങൾ തുടങ്ങി. കഥകടച്ചിരിക്കുമ്പോൾ അവരുടെ നടുക്ക് വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം. ഉടനെ അവരുടെ ഭയം മാറി, അവർക്ക് സമാധാനം നിറഞ്ഞു. അപ്പോൾ കർത്താവ് അവരെ അത്ഭുതം കൊണ്ട് അവരെ ഒന്ന് ബലപ്പെടുത്തിയെടുക്കുകയാണ്.
ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ കാണണം. കർത്താവിൽ നിന്ന് വലിയ ദൈവപ്രവർത്തികൾ കാണണം. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളത് പ്രാർത്ഥിക്കണം. കർത്താവേ, നീ വാസ്തവമായിട്ടും എന്നെ വിളിച്ചതല്ലേ? എന്നിട്ട് എൻ്റെ വീട്ടിൽ അത്ഭുതമുണ്ടെങ്കിൽ എനിക്ക് ബലപ്പെടാൻ കഴിയൂ. അത്ഭുതങ്ങൾ കാണണം. ഒന്നുമില്ലാത്ത സമയത്ത് പല കാര്യങ്ങളും നമുക്കുണ്ടായി വരണം. അടഞ്ഞ വഴികൾ, അതിൻ്റെ നടുവിൽ പുതിയ വഴികൾ ചെങ്കടൽ തുറന്നതുപോലെ തുറക്കണം. എരിഹോ കോട്ട പോലെയുള്ള വലിയ കോട്ടകൾ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ ഇടിയുന്നത് കാണണം. പല തബീതമാരും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ എഴുന്നേൽക്കുന്നത് കാണണം. തളർവാദ രോഗികൾ സൗഖ്യമാകുന്നത് കാണണം. യേശു ചെയ്ത അത്ഭുതങ്ങൾ ഇന്നും കാണണം. യേശു ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അത്ഭുതങ്ങളാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഞാൻ പോവുകയാണ്, എന്നാൽ നിങ്ങളിലൂടെ ഈ അടയാളങ്ങൾ നടക്കും. യേശുവിന് പറയാനുള്ളത്, ഞാൻ പോകുന്നതോടുകൂടി അടയാളങ്ങൾ തീരുകയല്ല, അടയാളങ്ങൾ വർദ്ധിക്കുന്നു. ഞാൻ ചെയ്തതിലും അധികം അടയാളങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ സംഭവിക്കും. ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ വ്യക്തിപരമായി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. കർത്താവെ, എനിക്കൊരത്ഭുതം കാണണം. ചില പകലുകൾ ഉപവസിക്കണം. കർത്താവെ, ഇന്ന് വൈകിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാനൊരു അത്ഭുതം കാണാനായിട്ടിരിക്കുന്നു, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ. കർത്താവ് നിശ്ചയമായിട്ടും അത് നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവെ, എനിക്ക് ഇന്നൊരു അത്ഭുതം കണ്ടേ മതിയാണ്. ചില രാത്രികൾ ഭക്ഷണം വെടിഞ്ഞ് ഇരിക്കണം. കർത്താവെ, നീ എനിക്കൊരു അത്ഭുതം ചെയ്യണം, നിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം. മോശ പറഞ്ഞ്, എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ. നീ ഞങ്ങളുടെ കൂടെ പോരുമ്പോഴാണല്ലോ ഭൂതലത്തിൽ വെച്ച് ഞങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവർ എന്ന് മോശ പറഞ്ഞു. എന്താണ് വിശേഷത? അത്ഭുതങ്ങളും അടയാളങ്ങളും. ഏറ്റവും വിശേഷതയുള്ളവരാണ്. അവരുടെ മുമ്പിൽ ചെങ്കടൽ തുറക്കുന്നു, പാറയിൽ നിന്ന് അവർ വെള്ളം കുടിക്കുന്നു. ലോകത്തിൽ ആരെങ്കിലും ഇതുപോലെ തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കുടിച്ചവരുണ്ടോ? അവർക്ക് കഴിക്കാനായിട്ട് കാടപ്പക്ഷി കടലിൽ നിന്ന് പറന്നു വന്നു. ലോകത്താർക്കെങ്കിലും ഇതുപോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അത്ഭുതങ്ങൾ കാണണം. ബൈബിൾ മുഴുവനും അത്ഭുതങ്ങളെ കൊണ്ട് നിറച്ച ഒരു പുസ്തകമാണ്. ഏത് ഭാഗം എടുത്തോ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. ആമേൻ. കർത്താവേ, വരണമേ. അതൊരു അത്ഭുതമാണ്. വീണ്ടും തങ്ങളെ, യേശുവിനെ സ്വീകരിച്ച ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടി, വിടുവിക്കാൻ വേണ്ടി യേശു വരുന്നത് ഒരു അത്ഭുതമാണ്. ബൈബിൾ മൊത്തം അത്ഭുതമാണ്. എല്ലാ വാക്കുകളിലും അത്ഭുതമാണ്. ഓരോ വ്യക്തികളുടെ ചരിത്രം അത്ഭുതമാണ്. അത്ഭുതമില്ലാത്ത ഒരു ഭാഗം ബൈബിളിലില്ല. എല്ലാം അത്ഭുതമാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന് കഴിയാത്തത് മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം നീട്ടി ദൈവം ചെയ്യുന്ന കാര്യമാണ് അത്ഭുതമെന്ന് പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല വീടുകളിലും ഇന്ന് മുതൽ അത് ഉണ്ടാകണം. അത്ഭുതങ്ങൾ കൊണ്ട് ദൈവം സഭയെ ഒന്ന് കുലുക്കട്ടെ, അത്ഭുതം കൊണ്ടൊന്ന് പേടിപ്പിക്കട്ടെ. ഇതാ, ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും ഇസ്രായേലിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമായിരിക്കുമെന്ന് യെശയ്യാവ് 8:18 പറയുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ പാർക്കുന്ന ദേശത്ത് അത്ഭുതങ്ങളായിരിക്കും, ഞങ്ങളൊരു അടയാളങ്ങളായിരിക്കും. ഇതുപോലെ അത്ഭുതം പോകുന്നിടത്തെല്ലാം, ഫിലിപ്പോസ് പോയിടത്തെല്ലാം വലിയ സന്തോഷമുണ്ടാകുകയാണ്. അത്ഭുതം സന്തോഷം കൊണ്ടുവരും. അത്ഭുതം സ്വസ്ഥത കൊണ്ടുവരും. സർവ്വസഭയ്ക്കും സമാധാനമുണ്ടായെന്ന് വായിക്കും. അത്ഭുതം സമാധാനം കൊണ്ടുവരും. അത്ഭുതം സ്വസ്ഥത കൊണ്ടുവരും. അത്ഭുതം സന്തോഷം കൊണ്ടുവരും. അത്ഭുതം സമൃദ്ധി കൊണ്ടുവരും. അത്ഭുത ബന്ധങ്ങൾ കൊണ്ടുവരും. എന്തൊക്കെയോ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ജയിലിൽ കിടന്നാലും അവിടെയും വലിയ വിടുതലുകളുണ്ടാകും. തടവുകാർ എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞുപോയെന്നാണ് അപ്പോസ്തല പ്രവൃത്തി 16 കാണും. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞുപോയി, എല്ലാ വാതിലുകളും തുറന്നു പോയി. ഇതുപോലെയുള്ള ചില ദൈവപ്രവർത്തികളൊക്കെയും നമ്മുടെ മുൻപിൽ ദൈവം ചെയ്യാൻ പോകണം. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. എല്ലാ വാതിലുകളും പുതുതായി തുറന്നു വരും. അടച്ച് പൂട്ടപ്പെട്ട, ഇനി ഒരിക്കലും തുറക്കില്ലെന്ന് പറഞ്ഞ്
ഗവൺമെൻറ് പോലും അടച്ചു പൂട്ടിയ പല നിയമങ്ങളും നിനക്ക് വേണ്ടി ദൈവം തുറന്നു തരും. നീ കർത്താവിൻ്റെ പൈതലെങ്കിൽ നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. എനിക്ക് വേണ്ടി കർത്താവ് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കുവാൻ കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴെ നമുക്ക് താണിരിക്കാം. നമുക്ക് വിശ്വസിക്കാം. കർത്താവിനൊന്നും അസാധ്യമല്ല. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ വീടുകളിലും അത്ഭുതങ്ങൾ കൊണ്ട് അങ്ങ് പ്രവർത്തിക്കണം. അടയാളങ്ങൾ കൊണ്ട് അങ്ങ് ആ കുടുംബങ്ങളെ നിറവേറ്റണം. അവരുടെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കണം. പ്രാർത്ഥനയുടെ മറുപടികൾ അവർ അതേ നിമിഷം കാണട്ടെ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൂര സ്ഥലങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടക്കട്ടെ. വിദേശ രാജ്യങ്ങളിൽ ഭർത്താക്കന്മാർക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. വലിയ നന്മകൾ ഉണ്ടാകട്ടെ. സാമ്പത്തിക വാതിലുകളെല്ലാം അത്ഭുതകരമായി തുറക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. വലിയ അത്ഭുതങ്ങൾ കാണാൻ കർത്താവ് സഹായിക്കും. നമുക്ക് നാളെ ഞായറാഴ്ച നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു സഭായോഗമുണ്ട്. രാവിലെ 8 മണിക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കടന്നു വരിക. ഒരുമിച്ച് നമുക്ക് യേശുവിനെ ആരാധിക്കാം. തിങ്കളാഴ്ച വീണ്ടും ജീസസ് എവരിഡേ തുടരുന്നതാണ്. ഗോഡ് ബ്ലെസ് യു.